KSRTC ബസ്സിൻ്റെ നിറം മാറിയോ എന്നായിരുന്നു ഇടവേളയ്ക്ക് മുമ്പ് എൻ്റെ ചോദ്യം. പത്തനാപുരത്തുകാർക്കാണ് ഈ ആശയക്കുഴപ്പം. പത്തനാപുരം കൊട്ടാരക്കര റൂട്ടിൽ ഓടുന്ന നീല ബസ്സാണ് ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. AV ജയശങ്കർ ചേരുന്നു കൊട്ടാരക്കരയിൽ നിന്ന്. ഒറ്റ നോട്ടത്തിൽ എനിക്ക് പിന്നിൽ കാണുന്നത് ഒരു സ്വകാര്യ ബസ്സാണെന്നേ തോന്നും. പക്ഷേ ഇതൊരു KSRTC ബസ്സാണ്. മന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ പത്തനാപുരത്താണ് KSRTCയുടെ പുതിയ പരീക്ഷണം. പത്തനാപുരം KSRTC ഡിപ്പോയിൽ ഇന്നലെയാണ് പുതിയ ബസ് സർവീസ് ആരംഭിച്ചത്. നീല നിറം തന്നെയാണ് ആകർഷണം. ഒറ്റ നോട്ടത്തിൽ സ്വകാര്യ ബസ്സാണെന്നേ തോന്നൂ. കൊട്ടാരക്കര കുന്നിക്കോട് പത്തനാപുരം റൂട്ടിലാണ് സർവീസ്. ഏഷ്യർ കമ്പനി നൽകിയ ബസ്സാണ് KSRTC സർവീസിന് ഉപയോഗിക്കുന്നത്. ഒരു മാസത്തോളം ബസ് ഈ റൂട്ടിൽ പരീക്ഷണോട്ടം നടത്തും. തിരുവനന്തപുരത്ത് നിന്ന് ട്രയൽ റണ്ണിന് കൊണ്ടുവന്നാണ്. ഏഷ്യർ മോട്ടോഴ്സിൻ്റെ ബസ്സാണ് ഇത്. കൊട്ടാരക്കര പത്തനാപുരം റൂട്ടിൽ സർവീസ് നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തൽക്കാലം ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഏകദേശം ഒരു മാസം ഇത് ട്രയൽ റണ്ണ് നടത്തിയിട്ട് ഇതിൻ്റെ പരീക്ഷണം ഓട്ടം പൂർത്തിയാക്കി പുതിയ ബസ് എടുക്കാനാണ് പ്ലാൻ എന്ന് പറയുന്നു. പുതിയ നിറത്തിലുള്ള ബസ് യാത്രക്കാർക്കും കൗതുകം. ഇതൊരു പ്രൈവറ്റ് ബസ് കണ്ടൊരു ഓർമ്മയാണ് എപ്പോഴും. ഇത് ഒരു നീല കളറൊന്നും വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. KSRTC ഇങ്ങനെ ഇത് വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചല്ല. ഇത് നല്ലതാണ്. നമ്മളൊരു മാറ്റം ഉണ്ടാവണം, അനിവാര്യമാണ്. സർക്കാർ തലത്തിലും കാരണം പ്രൈവറ്റൊക്കെ എപ്പോഴേ നല്ല ഹൈടെക് സംവിധാനങ്ങളൊക്കെ അല്ലയോ. അപ്പോൾ സർക്കാർ തലത്തിൽ അവർ മടിച്ചു നിന്നാൽ അതൊരു പുതിയ ഒരു കാൽവെപ്പായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ബസ്സിന് മികച്ച മൈലേജാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ഒരേ സമയം 50-ലധികം യാത്രക്കാർക്ക് സഞ്ചരിക്കാം. മുന്നിലും പിന്നിലും ഇലക്ട്രിക് ഡോറുകൾ. യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ബസ്സിൽ ക്യാമറ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. പരീക്ഷണോട്ടം വിജയിച്ചാൽ ഏഷ്യർ കമ്പനിയുടെ ബസ്സുകൾ വാങ്ങാനാണ് KSRTCയുടെ തീരുമാനം. പുതിയ ബസ്സുകൾ അവതരിപ്പിക്കുന്നതിലൂടെ KSRTCയിലേക്ക് കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കോർപ്പറേഷൻ. AV ജയശങ്കർ, 24 കൊട്ടാരക്കര. എന്തായാലും നല്ല പരീക്ഷണമാണ്. ആദ്യം ഓടിച്ച് ഒരു മാസം ട്രയൽ റണ്ണൊക്കെ നടത്തി ലാഭകരമാണെന്ന് തോന്നിയാൽ മാത്രം വണ്ടി വാങ്ങുന്ന പരിപാടി എന്തായാലും കൊള്ളാം.